ഹായ്, അസ്സാം വലൈക്കും. നമ്മളെ ഇന്ന് ഇപ്പോൾ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ടൈം എന്ന് വെച്ചാൽ ഒരു 6:30 ടൈമായിട്ടുണ്ട്. 6:15. ഓക്കെ, 6:15 ടൈമായിട്ടുണ്ട്. മഗ്‌രിബിൻ്റെ സമയമാണ്. മഗ്‌രിബ് അങ്ങോട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, പ്രസൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഡിഗ്രി ചൂട് ഇപ്പോൾ പുറത്തുണ്ട് കേട്ടോ. ഹ്യൂമിഡിറ്റി കുറവാണ്, വലിയ കാര്യപ്പെട്ട ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 40 ഡിഗ്രി ഇപ്പോൾ ചൂടുണ്ട്. വൈകിട്ട് 6 മണിക്ക് ടൈമിൽ ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് 40 ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് പോണ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മൾ ഇവിടെ ഈ എന്താ പറയുക, പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഒരു റിയാലിന് 26 രൂപയാണ്. ഇന്ത്യൻ മണിയാണ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ റേറ്റ് ഒരു റിയാലിന് 26 രൂപയാണ്. അപ്പോൾ അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ നോക്കണം, 26.10, 26.20 അങ്ങനെയൊക്കെ വെച്ചിട്ട് കിട്ടും. ഇപ്പോൾ ലുലു എക്സ്ചേഞ്ചിലാണ് 26 ഉള്ളത്. അൽദാർ എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ 26.10, 26.5 ഒക്കെ കിട്ടും. ഈ മാളുണ്ടല്ലോ, ഇതാണ് ദാറുസ്സലാം മാൾ കേട്ടോ. ഈ മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂണിമോണി എന്നൊരു എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് പൈസ ഈ വണ്ടിയിലുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് റിവേഴ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റിവേഴ്സ് വർക്കിങ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ലൈൻ നോക്കിയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ലൈൻ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, രണ്ടാമത്തെ ലൈൻ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിത്തെ വണ്ടി പോകുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളതുണ്ടല്ലോ ദാറുസ്സലാം മാൾ എന്നുള്ളത് മാളിലാണ്. ഇതാണ് മാള്, ദാറുസ്സലാം മാള് കണ്ടോ. ഇവിടെ അത്യാവശ്യം വലിയ മാളാട്ടോ. ഇവിടെ എല്ലാവിധ ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളും സെറ്റപ്പുകളും ഉണ്ട്. ഇതിൽ CBQൻ്റെ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്, അതുപോലെ മാക്സ് ഉണ്ടല്ലോ, മാക്സ്, സെൻട്രൽ പോയിന്റ്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഗംഭീര മാളാണ്, അത്യാവശ്യം നല്ല അടിപൊളി മാളാണ്. അപ്പോൾ ഈ മാളിനുള്ളിൽ നമ്മൾ കയറാൻ വേണ്ടി പോണത് ആണോ. അപ്പോൾ നമ്മളുണ്ടല്ലോ നേരെ നമ്മൾ ഈ മാളിനുള്ളിൽ ഒരു യൂണിമോണി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെയാണ് അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു എക്സ്ചേഞ്ച് തന്നെ. അവിടെ ഇപ്പോൾ 26.20 സംതിങ് എങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഡിപ്പെൻസ് ആണ്. നമ്മൾ അവരെ ഒരു കാർഡ് ഉണ്ട്, യൂണിമോണിയുടെ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 0.5 ദിറംസും കൂടെ എക്സ്ട്രാ കൂടുതൽ കിട്ടും. ബാക്കിയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആണ് ഇന്ന് പൈസ അയക്കാൻ വേണ്ടി പോകണത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ലുലു എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ ഫണ്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ബാങ്കുകളുണ്ട്. HDFC, CBI, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നൊക്കെ കൊണ്ട് അവർക്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ബാങ്കുകളുണ്ട്. ഈവൻ HDFCയിൽ അവർ ലിങ്ക്ഡ് അല്ല, ഫെഡറൽ ബാങ്കിൽ അവർ ലിങ്ക്ഡ് ആണ്, സൗത്ത് ഇന്ത്യനിൽ അവരല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ന് ഫണ്ട് അയച്ചാൽ ഒന്നെങ്കിൽ നാളെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 അവർ കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുള്ളൂ. എമർജൻസി ആയിട്ട് ഫണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ലുലു എക്സ്ചേഞ്ചിലില്ല. പക്ഷെ അൽദാർ, യൂണിമോണി, അതുപോലെ മറ്റുള്ള എക്സ്ചേഞ്ചിലൊക്കെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ്, അതല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഫണ്ട് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ച് എന്നൊക്കെ പറയും. വേറൊരു ടൈപ്പാണ്. നമ്മൾ ഫണ്ട് അയക്കാൻ വേണ്ടി ചെന്ന് ഇവർ പറയും ഇപ്പം അയച്ച് ഇപ്പം തന്നെ കിട്ടും, മാക്സിമം ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ എന്നൊക്കെ പറയും. കംപ്ലീറ്റ് ടൈപ്പാണ്. സത്യത്തിലുണ്ടല്ലോ ഇവർ ഫണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നെങ്കിൽ 12 അവർ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ മാത്രമേ അവരെ ഫണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അയച്ച് നമ്മൾ അവിടെ നിന്ന് വന്ന് വണ്ടി കയറുമ്പോഴത്തേനും ഫണ്ട് അവിടെ ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. സർവീസ് അടിപൊളിയാണ്. നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക, പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 10 റിയാലാണ് കാർഡിന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ കാർഡ് ഞാൻ എടുത്തിട്ടില്ല. സോ 2 കാർഡ് ഉണ്ട്. നമ്മൾ ID അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാർഡ് നമ്പർ വെച്ചിട്ട് അവർ പൈസ അയക്കാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും, ഫാസ്റ്റായിട്ട് അയക്കാം. പിന്നെ ലുലുവിൽ അയക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 5,000 ആണ് അയക്കാൻ പറ്റുള്ളൂ. മാക്സിമം 5,000 അയക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ എവിടെ നിന്ന് വന്നു, നിങ്ങളുടെ സ്രോതസ് എന്താണ്,
പിന്നെ അങ്ങനത്തെ ഒരുപാട് ചൊറകളുണ്ട് അവിടെ. പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ, ലുലുവെന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 15,000 വരെ അയക്കാൻ പറ്റും. നമ്മളെ പ്രൊഫഷൻ വെച്ചിട്ട് 15,000 വരെ അയക്കാൻ പറ്റും. നോർമൽ ഒരാൾക്ക് 10,000 അതുപോലെ 15,000 15,000 റിയാലൊക്കെ അയക്കണം എന്നൊരു വിഷയമുള്ള കേസല്ല. നോർമൽ അയക്കാം. 20,000 ഒക്കെ ഇവിടെ നിന്ന് അയക്കാൻ പറ്റും. നോർമലി ഒരു ആൾക്കും അയക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ വല്ലാണ്ട് ഡിമാൻഡ് ആക്കണ പരിപാടിയൊന്നുമില്ല. ലുലുവിലൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ 5,000 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുതിയൊരു ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് നമ്മൾ 20 റിയാൽ കൊടുക്കണം. അങ്ങനത്തെ കുറേ ചൊറകൾ അവരിലുണ്ട്. ഇവിടെ അമ്മാതിരി പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു കേട്ടോ. ഓക്കെ, അടിപൊളി മാളാട്ടോ. ഒരുപാട് ചെറിയ ഈ സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, കൗണ്ടറുകൾ കണ്ടമാനുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സംഭവം കേട്ടോ. ഇതൊക്കെ ഫുള്ള് ജ്വല്ലറി ഷോപ്പുകളാണ്. ഇവിടെ ഒരു അടിപൊളി ഒരു അബായയുടെ ഷോപ്പുണ്ട്. ഇത് ഫുള്ള് അബായയുടെ ഷോപ്പാണ് ഇവിടെ. അതുപോലെ ഇവിടെ ജ്വല്ലറിയുടെ ഷോപ്പുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് പോകേണ്ടത് എങ്ങനെ പറയുക, സ്റ്റെയർ കയറിയിട്ട് മോളിൽ പോകണം. ഇവിടെ നല്ല ഗംഭീര ഒരു കോഫി ഷോപ്പുണ്ട് കേട്ടോ. അടിപൊളി സംഭവം. ഈ കോഫി ഷോപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അടിപൊളി സംഭവമാണ്. ഇവിടെ നിന്ന് വന്നില്ലേ, ഈ കാണുന്ന കാരിഫോറിൽ, ഇവിടുന്ന് ഇവിടുത്തെ കാരിഫോറിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് റൈറ്റിൽ കയറാം. കെട്ടുകാച്ചി ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള തന്നെ. ഫസ്റ്റ് ഫ്ലോർ സെൻട്രൽ പോയിൻറ്റ്സ്. യൂണിമോണി എക്സ്ചേഞ്ചാണ്. നമ്മളെ അവർ ഈ പറഞ്ഞ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ഈ മെമ്പർഷിപ്പ് ഇതുപോലെ നമുക്കൊരു കാർഡ് വരും, ഒരു ഗോൾഡൻ കാർഡ്. ഈ കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു മെമ്പർഷിപ്പ് കിട്ടും. 10 റിയാലുള്ളൂ. അതിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റല്, അതുപോലെ ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും ഇവർ കൊടുത്തിട്ടുള്ള പേഴ്സൻ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഈ സാധനം നമുക്ക് കിട്ടും കേട്ടോ. കല്യാൺ ജ്വല്ലറിയിലൊക്കെ 20% ഡിസ്കൗണ്ട് ഫോർ മേക്കിംഗ് ചാർജാണ്. നിങ്ങൾ സ്വർണ്ണം മേടിക്കണമെന്നുണ്ടെങ്കിൽ 20% മേക്കിംഗ് ചാർജിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ കുറേ കഫേകളാണ്. പിന്നെന്താ പറയുക, ഫാർമസി, കെയർ ആൻഡ് കെയർ ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ 5% ഡിസ്കൗണ്ട്. ബർഗർ കിങ്ങിൽ പോയി കഴിഞ്ഞാൽ 15% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനം മേടിക്കാം. ഇപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ അബീർ മെഡിക്കലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കൺസൾട്ടിങ് ചാർജ് എന്ന് പറയുമ്പോൾ 50 റിയാലാണ്. അതിൻ്റെ 25% കൊടുത്താൽ മതി. അതുപോലെ വേറെ ഉണ്ട് ടൈപ്പ് അടുത്തുണ്ട്. എന്താ നസീമിൽ ഡെൻ്റൽ സെൻറ്റർ, നസീം മെഡിക്കൽ സെൻറ്റർ, ഇവിടെയൊക്കെ 40% ഡിസ്കൗണ്ട് ഡെൻ്റൽ സെൻറ്ററിൽ കൺസൾട്ടൻ്റ് ഫീ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 റിയാലിൻ്റെ 45% എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 35 റിയാലൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ മെഡിക്കൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 25% നിങ്ങൾക്ക് കിട്ടും. 100 റിയാലാണ് ഇവിടെ ഒരു എക്സ്റേ എടുക്കണതിന്, 90 റിയാലാണ്. ഈ 90 റിയാലിൻ്റെ 25% എന്ന് പറയുമ്പോൾ 4/1 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഉപകാരമുണ്ട് സംഭവം. ഇത് നമുക്ക് ആകെ വരുന്നത് 10 റിയാലാണ്. 10 റിയാൽ ഈ കാണുന്ന എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി പരിപാടിയല്ലേ സംഭവം. ഇങ്ങനെയുണ്ട്, ഉഷാറല്ലേ. ഇതാണ് കാർഡ്. ഈ കാർഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. കണ്ടമാന സ്ഥലത്തുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ കൂടുതലും ഉപയോഗം വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലുകളുണ്ടല്ലോ, ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല ഉപകാരമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഒരു കൺസൾട്ടിങ്ങിന് 50 റിയാൽ നമ്മൾ പേ ചെയ്യണം. പിന്നെ ഒരു എക്സ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ 90 റിയാലാണ്. ഇതിലാണെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25% ഡിസ്കൗണ്ട് കിട്ടും. കൺസൾട്ടിങ്ങിൻ്റെ ഫീ ആണെന്നുണ്ടെങ്കിൽ ഒരു 25%, ഒരു 10 റിയാലോളം ഡിസ്കൗണ്ട് വരും. ആകെ 10 റിയാലോളം ഈ കാർഡിന് വരുന്നുള്ളൂ. പിന്നെ ഭക്ഷണം കഴിക്കണമൊക്കെ ഡിപ്പെൻസ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം.
മെയിനായിട്ട് ഹോസ്പിറ്റലാണ് മെയിനായിട്ട്. ഈ പല്ല് ഡോക്ടറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ 40% ഡിസ്കൗണ്ട് കൺസൾട്ടിങ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 റിയാലിൻ്റെ അടുത്ത് ഡിസ്കൗണ്ട്, 50 രൂപേൻ്റെ 40% എന്ന് പറയുമ്പോൾ നമുക്കൊരു 30 റിയാലൊക്കെ വരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഒരു പല്ല് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ 100-150 റിയാൽ കൊടുക്കണം. ഇവിടെ ഹോസ്പിറ്റലിൽ പല്ല് ഡോക്ടറെ പോയിട്ട് ഒരു പല്ല് വരയ്ക്കണമെങ്കിൽ 150 റിയാൽ കൊടുക്കണം. ഒരു പല്ലിൻ്റെ റൂട്ട് കനാൽ നാട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ റേറ്റ് വരുന്നത് എത്രയാണ്, 3500-4000 കൊണ്ട് രൂപ വരണുള്ളൂ നാട്ടിൽ ഒരു പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്യാനായിട്ട്. ഇവിടെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 350-450 ഒക്കെ റിയാലാണ്. നാട്ടിൽ ആ പൈസക്ക് 4 പല്ല് റൂട്ട് കനാൽ ചെയ്യാം. പല്ല് മാറ്റി വെക്കണതിന് 1200-1000 റിയാൽ 800 റിയാലൊക്കെ. ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ 2 പല്ല് മാറ്റി വെക്കാം, 2-3 പല്ല് മാറ്റി വെക്കാം. പല്ല് ഡോക്ടറത്തൊക്കെ പോകാണ്ടിരിക്കണം ഏറ്റവും ബെറ്റർ. പക്ഷേ എനിക്ക് എപ്പോഴേലൊക്കെ ഒരു പല്ല് വേണം ഈ ഡോക്ടർക്ക് പോകുമ്പോൾ 25 റുപ്യൊക്കെ പോയി കണ്ടിട്ട് പോരാൻ പറ്റും. എക്സ്റേക്ക് പല്ല് വേദനയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു എക്സ്റേ എടുപ്പിക്കണം. എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 50 റിയാൽ പോകും. അപ്പോൾ അതിന്മേലും ഡിസ്കൗണ്ട് കിട്ടും. എക്സ്റേമിലും കൺസൾട്ടിങ്ങിലാണ് ഇവിടെ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ബാക്കി വേറെ പരിപാടിക്കൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ളതിലൊക്കെ നല്ല ചാർജ് വരും. ജനറലായിട്ട് നോർമലായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ പോകുമ്പോഴെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പൈസ വെച്ചിട്ടുണ്ട് 26.13. നമ്മളിൽ കാർഡുള്ള കാരണം കൊണ്ട് നമുക്ക് 26.14 നമുക്ക് കിട്ടിക്കണ എമൗണ്ട്. സാധാരണ 26 റിയാലാണ്. അപ്പോൾ നമുക്കിവിടെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് 26.14 ഇന്നത്തെ റേറ്റ്. നമ്മൾ അയക്കണ ടൈമിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്കെൻഡായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കുറയും. അതുപോലെ വീക്കെൻഡിൻ്റെ ഇടയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൂടും. മന്തിൻ്റെ ലാസ്റ്റിൽ അയക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൂടുതൽ കിട്ടും. മന്തിൻ്റെ കഴിഞ്ഞിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കുറച്ച് കുറയും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിൽ ഇവർ പേയ്മെൻറ്റ് കുറക്കും. എന്നിട്ട് ആൾക്കാരധികം പേയ്മെൻറ്റ് അയക്കാത്തൊരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ ഒരു പേയ്മെൻറ്റ് കൂടുതൽ വരും. അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് സംഭവം. ഡയപ്പന്നെ മാർക്കറ്റിംഗ്. അപ്പം അങ്ങനെ ഇന്നത്തെ റേറ്റ് വരുന്നത് 26.14. ഓക്കെ, ഇതാണ് നമ്മുടെ മാള്. മാളിൻ്റെ എൻട്രൻസ്, മാളിൻ്റെ ഇപ്പുറത്തെ ഭാഗം. അടിപൊളി മാളാണ് കേട്ടോ, രക്ഷയില്ലാത്ത മാളാണ്, സെറ്റപ്പാണ്. നമ്മൾ നേരെ പുറത്തേക്ക് പോവാം. ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു മറ്റേ എന്താ പറയുക, ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഷോപ്പുണ്ടാവും. അത് കാണുന്നതിന് അതിൻ്റെ അപ്പുറത്ത് പോകാം. അപ്പോൾ നമ്മൾ പോയിട്ടില്ല. അപ്പം ഇൻഷാല്ലാ എല്ലാവരും പൈസ ഒക്കെ നാട്ടി അയക്കുള്ളവരൊക്കെ വേഗം നാട്ടിൽ കഴിച്ചു.